ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക് വരികയാണ്. ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ആണ് ഈ വിഷയത്തിൽ ചർച്ചയാവുക. കേസിൽ ദീപക് പട്ടോവാരിക്ക് ജാമ്യമില്ല എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി വരികയാണ്. എന്തായാലും ഈ ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഓപ്പറേഷൻ നുംഖൂർ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. ഈ ഭൂട്ടാൻ സംഘം കേരളത്തിലേക്ക് വരുമ്പോൾ, കൊച്ചിയിലേക്ക് വരുമ്പോൾ ഏതു തരത്തിലേക്കാണ് ഇനി അന്വേഷണ നടപടികൾ കടക്കുക? സജിത്ത്, ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് യോഗമാണ് 20-ാം തീയതി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇരു രാജ്യങ്ങളിലെയും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങളാണ് ആ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് തടയാനുള്ള നടപടികളും യോഗത്തിലുണ്ടാക്കും. കോഴിക്കോട് നിന്ന് 4 വാഹനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായിട്ട് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് 50-ലധികം വാഹനങ്ങളാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദീപക് പട്ടോവാരിക്ക് ജാമ്യമില്ല, അതായത് ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ചും മാർച്ച് 13 കീഴടങ്ങാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കീഴടങ്ങാതെ ജാമ്യം നൽകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോടതിയുള്ളത്. നേരത്തെ ഈ IT കമ്പനിയിലെ സീനിയർ എഞ്ചിനീയർ ആയ, അതായത് ബിശ്വദീപ് ദാസ് എന്ന് പറയുന്ന ആളെയായിരുന്നു ആദ്യം ഈ ഓപ്പറേഷൻ നുംഖൂറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കൊപ്പമാണ് അസം സ്വദേശിയായ ദീപക് പട്ടോവാരിയും കസ്റ്റഡിയിലെടുത്തത്. അയ്യൂബ് അലി, മുസ്തഫ അഹമ്മദ്, ജലൽ മണ്ഡാൽ എന്നിവരും ഇതിനൊപ്പം പിടിയിലായിട്ടുണ്ട്. ഇതിൽ ദീപക് പട്ടോവാരി അസമിലെ ബൊഗൈഗാവിലെ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. ഇയാളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത്രയധികം വ്യാജരേഖകൾ സഹായിച്ച് 460 വാഹനങ്ങളാണ് ഈ ദീപക് പട്ടോവാരിയുടെ സഹായത്തോടു കൂടിയിട്ട് വ്യാജരേഖകൾ ചമച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, CAG റിപ്പോർട്ട് പ്രകാരം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരേ എഞ്ചിൻ, അതുപോലെ ചേസിസ് നമ്പറുകൾ ഉപയോഗിച്ച് 15,849 വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കടത്തുന്ന വാഹനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത ശേഷം തിരികെ കടത്തിക്കൊണ്ട് വന്ന വാഹനങ്ങളും ഇത്തരത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരുമ്പോൾ ചർച്ച ചെയ്യുക. എന്തായാലും ഇരു രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ശേഖരിച്ച വിവരങ്ങൾ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഒരു വലിയ നടപടിക്രമങ്ങളിലേക്ക് സംയുക്തമായി നീങ്ങാനാണ് ഇരു രാജ്യങ്ങളുടെയും നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്, അതാണ് കാര്യം. എന്തായാലും ഓപ്പറേഷൻ നുംഖൂറിൽ സുപ്രധാനമായ ചില നീക്കങ്ങളാണ് ഒരുങ്ങുന്നത്. കാരണം ഭൂട്ടാനിൽ നിന്നുമുള്ള വാഹനക്കടത്ത് വ്യാപകമാണ്. അത് VIPകൾക്കടക്കം കേരളത്തിൽ വിൽപ്പന നടത്തുന്നു എന്നതാണ് ഈ വാഹനക്കടത്തിനെ വാർത്തകൾ നിറച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ പുതിയ കണ്ടെത്തലുകളിലേക്കും അന്വേഷണത്തിലേക്കുമാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത്. ഭൂട്ടാൻ സംഘം കൊച്ചിയിലേക്ക് വരികയാണ്. ആ തരത്തിലാണ് കസ്റ്റംസ് വിഭാഗത്തിന്റെ അന്വേഷണം നടക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.